കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ യാസറിന്റെ കാറിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരു 3/4 മണിക്കൂർ മുൻപാണ് പ്രതി യാസിറിനെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഈ കാറാണ് ഇന്നലെ യാസിർ കൃത്യം നടത്താനായി ആ വീട്ടിലെത്തുകയും പിന്നീട് തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ വെച്ച് നാട്ടുകാർ ഈ കാറിൽ വെച്ചാണ് യാസിറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഈ കാറിലാണിപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ഈ കാറിൽ എന്തൊക്കെ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാറിൽ നിന്ന് യാസിറിൻ്റെ ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം, കാറിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് സീൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. താമരശ്ശേരി സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലിപ്പോൾ സാധനങ്ങൾ, ഈ കാറ് പരിശോധിച്ചു. കാറിലുള്ള സാധനങ്ങൾ ഇപ്പോൾ സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷന് അകത്ത് യാസിറുണ്ട്. യാസിറിനെ കൊണ്ടുവന്ന് തെളിവെടുപ്പിന്, അതായത് ഈ കാറിൽ എത്തിച്ച് കാറിൽ എന്തൊക്കെയുണ്ട് എന്നത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് തെളിവെടുപ്പിനായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പക്ഷേ വൈദ്യപരിശോധനയും ഇവിടെയായിരിക്കും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്താനായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് ആരായുന്നത്. മറ്റ് താമരശ്ശേരിയോ മറ്റ് ആശുപത്രികളിലോ എത്തിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, തെളിവെടുപ്പ് എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ യാസിറിനെ എത്തിച്ചത് കോഴിക്കോട് മെഡിക്കൽ സ്റ്റേഷനിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിനുള്ളിൽ വെച്ചായിരുന്നു ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടെ ഈ ഒരു കാർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാറ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഈ കാർ ഏൽപ്പിക്കുകയും കാറിൻ്റെ അടുത്തുണ്ടായിരുന്ന യാസിറിനെ മെഡിക്കൽ കോളേജ് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാറിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കാറിൽ നിന്ന് യാസിറിൻ്റെ ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബാഗിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ ഉള്ളത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ പുറത്ത് പറയാൻ പറ്റും. ഇപ്പോൾ എന്തുതന്നെയായാലും ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് അകത്ത് യാസിറുണ്ട്. യാസിറിനെ അല്പസമയത്തിനകം പുറത്തിറക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിശദമായ ഒരു തെളിവെടുപ്പ് ഈ കാറിൽ ഇപ്പോൾ നടക്കേണ്ടതുണ്ട്. ശരി മിഥില, വ്യക്തമാണ്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.